മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഈ കഥ രചിച്ചിരിക്കുന്നത് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ്. ഈ കഥയുടെ പേര് റിക്കി ടിക്കി താവി. സിഗോവ്ലി കന്റോൺമെന്റിലുള്ള വലിയ ബംഗ്ലാവിലെ കുളിമുറികളിൽ വെച്ച് റിക്കി ടിക്കി താവി ഒറ്റയ്ക്ക് നടത്തിയ അതിഭയങ്കരമായൊരു പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഡാർസി എന്നു പേരുള്ള തുന്നൽക്കാരൻ പക്ഷി അവനെ സഹായിച്ചു. സദാസമയവും മുറിയുടെ ചുമരോടും ചേർന്ന് പമ്മി നടക്കുന്ന ചുപ്പുന്ദ്ര എന്ന ചുണ്ടലയുടെ ഉപദേശവും അവനുണ്ടായിരുന്നു. എങ്കിലും യുദ്ധം ചെയ്തത് റിക്കി ടിക്കി താവി തന്നെ. ഒരു കീരിയാണ് റിക്കി ടിക്കി താവി. പൂച്ചക്കുട്ടിയെപ്പോലെ രോമാവൃതമായ ഉടലും വാലും. തലയുടെ ആകൃതിയും പെരുമാറ്റവും കണ്ടാൽ മരപ്പട്ടിയാണെന്ന് തോന്നും. കണ്ണുകളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മൂക്കിൻ്റെ തുമ്പും ചുവന്നിട്ടാണ്. തനിക്ക് തോന്നുന്നിടത്തെല്ലാം 4 കാലുകൾ കൊണ്ട് അവൻ മാന്തിപ്പൊളിക്കും. ബ്രഷ് പോലെ വാലുയർത്തിപ്പിടിച്ച് റിട്ടിക് ടിക്കി ടിക്കിച്ച് എന്നുള്ള പോർവിളിയുമായി മുറ്റത്ത് വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ നടക്കാൻ അവന് വളരെ ഇഷ്ടമാണ്. ഒരു മാളത്തിൽ അച്ഛനും അമ്മയും ഒന്നിച്ചാണ് അവൻ താമസിച്ചിരുന്നത്. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് മഴ പെയ്തപ്പോൾ മാളത്തിൽ വെള്ളം കയറി. ഒഴുക്കിൽപ്പെട്ട് കൈകാലിട്ടടിച്ചവൻ റോഡ് വക്കിലെ ഓടയിൽ ചെന്ന് വീണു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന വൈക്കോലിൽ അവൻ അള്ളിപിടിച്ചു. പിന്നെ നടന്നതൊന്നും ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ ഒരു ഉദ്യാനത്തിൻ്റെ നടുവിലുള്ള നടപ്പാതയിൽ വെയിലത്ത് കിടക്കുകയായിരുന്നു. ക്ഷീണിച്ചവശനായ അവനെ നോക്കി ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, "ഇതാ ഒരു കീരി ചത്തു കിടക്കുന്നു, നമുക്കതിനെ കുഴിച്ചിടാം." "അരുതരുത്," അമ്മ വിലക്കി. "ഒരുപക്ഷേ ജീവനുണ്ടെങ്കിലോ? ഇവൻ്റെ ശരീരത്തിൽ ഈർപ്പമെല്ലാം തുടച്ചു കളയാം." കീരിയെ അവർ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഒരു തടിച്ച മനുഷ്യൻ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അതിനെ പൊക്കിയെടുത്ത് പരിശോധിച്ചിട്ട് ചത്തിട്ടില്ലെന്നും വെള്ളത്തിൽ കിടന്ന് ബോധം നഷ്ടപ്പെട്ടതാണെന്നും പറഞ്ഞു. തുണിയിൽ പൊതിഞ്ഞ് ചൂട് പിടിച്ചപ്പോൾ അവൻ കണ്ണു തുറക്കുകയും തുമ്മുകയും ചെയ്തു. ബംഗ്ലാവിലേക്ക് പുതിയതായി താമസിക്കാൻ എത്തിയതായിരുന്നു ആ വലിയ മനുഷ്യൻ. "ഇതിനെ ഭയപ്പെടുത്തരുത്," അദ്ദേഹം പറഞ്ഞു. "എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാണാമല്ലോ." കീരിയെ ഭയപ്പെടുത്താൻ എളുപ്പമല്ല. ജിജ്ഞാസ അവൻ്റെ കൂടപ്പുറപ്പാണ്. ഓടി നടന്ന് കണ്ടെത്തുക എന്നതാണ് അവൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തോന്നും. തൻ്റെ ശരീരത്തെ ആവരണം ചെയ്തിരുന്ന തുണി അവൻ പരിശോധിച്ചു. തിന്നാൻ കൊള്ളില്ലെന്നറിഞ്ഞപ്പോൾ മേശയ്ക്ക് ചുറ്റും ഓട്ടമായി. പിന്നെ ഒരിടത്തിരുന്ന് രോമം നക്കി തുടച്ചു. പുറമെല്ലാം ഒന്ന് ചൊറിഞ്ഞു. ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടിയുടെ ചുമലിൽ കയറിയിരിപ്പായി. "ടെഡി, പേടിക്കേണ്ട," അച്ഛൻ പറഞ്ഞു. "അവൻ സ്നേഹം കാണിക്കുന്നതാണ്." "ഹോ, എൻ്റെ കഴുത്ത് ഇക്കിളിയാകുന്നു." ടെഡി മുഖം ചുളിച്ചു. റിക്കി ടിക്കി കുട്ടിയുടെ കഴുത്തും കുപ്പായത്തിൻ്റെ കോളറും ഒന്ന് പരിശോധിച്ചു. കാത് മണപ്പിച്ചു. എന്നിട്ട് നിലത്തിറങ്ങി മൂക്ക് തിരുമ്മിക്കൊണ്ടിരുന്നു. "ദൈവമേ, ഇവന് നല്ല ഇണക്കമുണ്ടെന്ന് തോന്നുന്നുവല്ലോ," ടെഡിയുടെ അമ്മ പറഞ്ഞു. "അവനെ നമ്മൾ രക്ഷപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അവൻ നമ്മളോട് ഇത്ര സ്നേഹം കാണിക്കുന്നത്. ഇത് കീരികളുടെ സ്വഭാവമാണ്," അവരുടെ ഭർത്താവ് പറഞ്ഞു. ടെഡി ഇതിൻ്റെ വാലിൽ പിടിച്ച് വലിക്കാതെയും കൂട്ടിൽ അടച്ചിടാതെയും ഇരുന്നാൽ പകൽ മുഴുവൻ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് നടന്നുകൊള്ളും. ഇപ്പോൾ ഇതിന് തിന്നാൻ എന്തെങ്കിലും കൊടുക്കാം. അവർ ഒരു കഷ്ണം പച്ച മാംസം റിക്കി ടിക്കിക്ക് കൊടുത്തു. അവൻ അത് രുചിയോടെ തിന്നിട്ട് വരാന്തയിൽ ചെന്നിരുന്ന് വെയിൽ കാഞ്ഞു. ഈറിനായിരുന്ന രോമങ്ങളെല്ലാം ഉണങ്ങിയപ്പോൾ നല്ല സുഖം തോന്നി. "എൻ്റെ കുടുംബക്കാർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും ഈ വീട്ടിൽ കാണാനുണ്ട്," അവൻ തന്നെത്താൻ പറഞ്ഞു. "ഞാൻ ഇവിടെ തന്നെ താമസിച്ച് എല്ലാം കണ്ടു മനസ്സിലാക്കും." അന്ന് പകൽ സമയം അവൻ വീട്ടിലെല്ലായിടത്തും കയറിയിറങ്ങി. വെള്ളം നിറച്ചു വെച്ചിരുന്ന കുട്ടകത്തിൽ വീണ് മുങ്ങിച്ചാകാൻ പോയി. എഴുത്തുമേശയിലെ മഷിക്കുപ്പിയിൽ തലയിട്ട് മൂക്ക് നീല നിറമാക്കി. പിന്നെ ഗൃഹനാഥൻ വലിച്ചുകൊണ്ടിരുന്ന ചുരുട്ട് മണപ്പിച്ചു നോക്കി മൂക്ക് പൊള്ളിക്കുകയും ചെയ്തു. എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണാൻ അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിയിരുന്നു. രാത്രിയായപ്പോൾ ടെഡിയുടെ മുറിയിൽ ചെന്ന് മണ്ണെണ്ണ വിളക്കുകൾ കത്തിക്കുന്നത് നോക്കി അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ
റിക്കി ടിക്കിയും കട്ടിലിൽ സ്ഥാനം പിടിച്ചു. പക്ഷേ അടങ്ങിയിരിക്കാൻ നിവർത്തിയില്ല. രാത്രി കേൾക്കുന്ന ഓരോ ശബ്ദവും എന്താണെന്നറിയാൻ ഉടൻ എഴുന്നേറ്റ് ചെല്ലും. ടെഡിയുടെ അമ്മയും അച്ഛനും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മകൻ്റെ മുറിയിൽ പോയി നോക്കി. റിക്കി ടിക്കി ഉറങ്ങാതെ തലയണയിൽ കയറിയിരിപ്പാണ്. എനിക്കിത് തീരെ പിടിക്കുന്നില്ല, അമ്മ പറഞ്ഞു. ഈ കീരി നമ്മുടെ മകനെ കടിച്ചെങ്കിലോ? ഹേയ്, പേടിക്കേണ്ട, അച്ഛൻ സമാധാനിപ്പിച്ചു. ഒരു വളർത്തു നായയേക്കാൾ സുരക്ഷിതമായി ഈ കീരി അവനെ നോക്കിക്കൊള്ളും. ഒരുപക്ഷെ ഒരു പാമ്പോ മറ്റോ ഇങ്ങോട്ട് കയറി വന്നാലും. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അമ്മയ്ക്ക് ഭയമായിരുന്നു. രാവിലെ വളരെ നേരത്തെ തന്നെ ടെഡിയുടെ ചുമലിൽ കയറി റിക്കി ടിക്കി പ്രാതൽ കഴിക്കാൻ വരാന്തയിൽ വന്നു. വാഴപ്പഴവും പുഴുങ്ങിയ മുട്ടയും തിന്നിട്ട് ഓരോരുത്തരുടെയും മടിയിൽ മാറി മാറിയിരുന്നു. എല്ലാ കീരികളും വീടുകളിൽ താമസിക്കാൻ ശീലിച്ചിരിക്കണമെന്ന് റിക്കി ടിക്കിയുടെ അമ്മ ഉപദേശിച്ചിരുന്നു. വെള്ളക്കാരുമായി ഇടപഴകേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചിരുന്നു. സിഗോലിയിലെ ഒരു ജനറലിൻ്റെ വീട്ടിൽ അവൾ കുറേ നാൾ താമസിച്ചിട്ടുണ്ട്. തോട്ടത്തിൽ എന്തൊക്കെയാണെന്നുള്ളതെന്നറിയാൻ റിക്കി ടിക്കി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അതൊരു വലിയ തോട്ടമാണ്. പാതി സ്ഥലത്തെ കൃഷി ചെയ്തിട്ടുള്ളൂ. നാരകം, ഓറഞ്ച്, വലിയ റോസാ ചെടികൾ, മുളങ്കൂട്ടങ്ങൾ, തിങ്ങി വളർന്ന പുല്ലുകൾ എല്ലാമുണ്ട്. വേട്ടയാടാൻ പറ്റിയ സ്ഥലം, അവൻ തന്നെത്താൻ പറഞ്ഞു. അവൻ്റെ വായിൽ വെള്ളമൂറി. ബ്രഷ് പോലത്തെ വാല് ഉയർത്തിപ്പിടിച്ച് കണ്ണിൽ കണ്ടതിനെയെല്ലാം മണപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കവേ ഒരു കുറ്റിച്ചെടിയുടെ ശിഖരങ്ങൾക്കിടയിൽ ആരോ കരയുന്ന ശബ്ദം കേട്ടു. തുന്നൽക്കാരൻ കുരുവി ദാർസിയും ഭാര്യയുമായിരുന്നു അത്. ചെടിയുടെ വലിയ രണ്ടിലകൾ ചേർത്ത് വെച്ച് അറ്റങ്ങൾ തുന്നിക്കെട്ടി അതിൽ പഞ്ഞിയും മിനുസമുള്ള തൂവലുകൾ നിറച്ച് അവർ മനോഹരമായ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട്. കാറ്റിലാടുന്ന ആ കൂടിൻ്റെ മുകളിലിരുന്നാണ് ഇപ്പോൾ കരയുന്നത്. ഹേയ്, എന്തു പറ്റി? റിക്കി ടിക്കി ചോദിച്ചു. ഞങ്ങൾക്ക് വലിയൊരു ആപത്തുണ്ടായി, ദാർസി പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൊന്ന് ഇന്നലെ നിലത്ത് വീണു. നാഗം അതിനെ പിടിച്ചു തിന്നു കളഞ്ഞു. ഹോ, അത് കഷ്ടമായിപ്പോയി, റിക്കി ടിക്കി പറഞ്ഞു. അതിരിക്കട്ടെ, ഞാനിവിടെ പുതിയതായി വന്നതാണ്. ആരാണ് ഈ നാഗം? ദാർസിയും ഭാര്യയും മറുപടി പറയാതെ കൂടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. കാരണം ചെടിയുടെ ചുവട്ടിൽ പുൽക്കൂട്ടത്തിനിടയിൽ നിന്നും അപ്പോഴൊരു സീൽക്കാരം കേട്ടു. ഭയാനകമായ ആ ശബ്ദം കേട്ട് റിക്കി ടിക്കി ഞെട്ടി പുറകോട്ട് ചാടി. പുൽത്തലപ്പുകൾക്ക് മുകളിൽ ഒരു കറുത്ത മൂർക്കൻ പാമ്പിൻ്റെ പത്തി സാവധാനം ഉയർന്നു വന്നു. തല തൊട്ട് വാലറ്റം വരെ 5 അടി നീളമുള്ള വിഷസർപ്പം ശരീരത്തിൻ്റെ 1/3 ഭാഗം നിലത്തുനിന്നുയർത്തി ജമന്തി പൂക്കല പോലെ കാറ്റിലാടിക്കൊണ്ട് നിന്നു. വിഷപ്പാമ്പുകൾക്ക് സഹജമായ ക്രൂരമായ നോട്ടം റിക്കി ടിക്കിയുടെ കണ്ണിലുടക്കി. ആരാണ് നാഗമെന്നോ? പാമ്പ് ചോദിച്ചു. ഞാൻ തന്നെ. ദേവദേവനായ ബ്രഹ്മാവിന് വെയിലേൽക്കാതെ പത്തി വിടർത്തി സംരക്ഷിച്ചത് ഞങ്ങളുടെ മുതുമുത്തച്ഛനാണ്. അതിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് ഞങ്ങളുടെ എല്ലാം ശിരസിൽ ഈ അടയാളമിട്ട് തന്നു. സൂക്ഷിച്ചു നോക്ക്, നീ പേടിച്ച് വിറയ്ക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. നാഗം പത്തി കൂടുതൽ വിടർത്തി. കണ്ണട പോലുള്ള ആ അടയാളം റിക്കി ടിക്കി വ്യക്തമായി കണ്ടു. ഒരു നിമിഷം അവൻ പേടിച്ചുപോയി. പക്ഷേ കീരിയുടെ ഭയം വെറുതെയാണ്. ജീവനുള്ള പാമ്പിനെ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. എങ്കിലും അമ്മ കൊണ്ടുവന്നു കൊടുത്ത ചത്ത പാമ്പുകളെ അവൻ തിന്നിട്ടുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ കീരികളുടെ ജീവിത ലക്ഷ്യം തന്നെ പാമ്പുകളെ കൊന്നു തിന്നുന്നതാണെന്നും അവനറിയാം. നാഗത്തിനും അത് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവൻ്റെ മനസ്സിലും ഭയമില്ലാതില്ല. വാൽ മെല്ലെ ഉയർത്തിക്കൊണ്ട് റിക്കി ടിക്കി പറഞ്ഞു. അടയാളത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. പാവം കുരുവിക്കുഞ്ഞിനെ പിടിച്ചു തിന്നുന്നത് ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയായിരുന്നു നാഗം. ആ പരിസരത്ത് ഒരു കീരി ഇന്നല്ലെങ്കിൽ നാളെ ജീവിച്ചിരുന്നാൽ തനിക്കും കുടുംബത്തിനും അത് ആപത്തായി തീരുമെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. കീരിയുടെ പിന്നിലായി പുല്ലുകൾക്കിടയിൽ ഒരു നേരിയ ചലനം ആ സൂക്ഷ്മദൃഷ്ടികൾ കണ്ടു. അവൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിനായി നാഗം ശിരസൽപ്പം കുനിച്ച് ഒരു വശത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട്. നീ മുട്ട തിന്നുന്നില്ലേ? അപ്പോഴെനിക്ക് പക്ഷിയെ തിന്നാലെന്താ?
തിരിഞ്ഞു നോക്ക്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്ക്, കുരുവി ഈണത്തിൽ പറഞ്ഞു. അടുത്ത നിമിഷം റിക്കി ടിക്കി മുകളിലേക്ക് ഒറ്റച്ചാട്ടം. ആ സമയം തന്നെ നാഗത്തിൻ്റെ ഭാര്യ നാഗിന മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ലക്ഷ്യം തെറ്റിയതിലുള്ള കോപത്തോടെ അവൾ ചീറി. അവളുടെ മുതുകിൽ തൊട്ടില്ല എന്ന മട്ടിലാണ് റിക്കി ടിക്കി വന്നു നിന്നത്. കുറേ കൂടി പ്രായം ചെന്നൊരു കീരിയായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഒറ്റക്കടിക്ക് സർപ്പത്തിൻ്റെ എല്ലൊടിച്ചേനെ. റിക്കി ടിക്കി കുട്ടിയാണല്ലോ, നാഗിനെ തിരിഞ്ഞ് കടിച്ചാലോ എന്ന പേടിയുമുണ്ട്. എങ്കിലും അവൻ ഒരു കടി കൊടുത്തിട്ട് മാറിക്കളഞ്ഞു. വേദനയും ഇച്ഛാഭംഗവും നാഗിനിയെ കൂടുതൽ ക്രുദ്ധയാക്കി. ദുഷ്ടൻ, പരമദുഷ്ടൻ, ദാർസി, നിന്നെ ഞാൻ! നാഗം കുരുവിയിരുന്ന ചെടിയിലേക്ക് പാഞ്ഞു ചെന്നു. പാമ്പുകൾക്ക് കയറി ചെല്ലാനാവാത്ത അത്ര ഉയരത്തിലുള്ള ചില്ലയിലാണ് കൂടുകൂട്ടിയിരിക്കുന്നത്. കുരുവികളും അതിൻ്റെ കൂടും കാറ്റിലാടിയതല്ലാതെ അപകടമൊന്നും സംഭവിച്ചില്ല. റിക്കി ടിക്കിയുടെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. കീരികൾക്ക് കോപം വരുമ്പോൾ കണ്ണുകൾ ചുവക്കും. വാലും പിൻകാലുകളും നിലത്തൂന്നി കങ്കാരുവിനെ പോലെ തന്നെ കുത്തിയിരുന്ന് അവൻ നാലുപാടും നോക്കി എന്തൊക്കെയോ പുലമ്പി. നാഗവും നാഗിനെയും പുല്ലുകൾക്കിടയിൽ മറഞ്ഞു. ആക്രമിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന പാമ്പുകൾ അടുത്ത നടപടി എന്തെന്നതിനെക്കുറിച്ച് ഒരു സൂചനയും നൽകാതെ ഓടിപ്പോവുകയാണ് പതിവ്. ഒരേ സമയം രണ്ടെണ്ണത്തിനെ നേരിടാൻ കഴിയില്ലെന്ന് തോന്നിയതുകൊണ്ട് റിക്കി ടിക്കി അവയെ പിന്തുടർന്നില്ല. ചരല് പാകിയ വീട്ടുമുറ്റത്ത് ചെന്നിരുന്ന് അവൻ ആലോചനയിൽ മുഴുകി. താൻ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് അവന് വളരെയേറെ ആലോചിക്കാനുണ്ട്. കീരിയും പാമ്പും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ പാമ്പിൻ്റെ കടിയേറ്റ കീരി ഉടനെ ഓടിപ്പോയി ചില പച്ചില മരുന്നുകൾ കടിച്ചു തിന്നുമെന്നും അതുകൊണ്ടാണ് അതിന് വിഷബാധയുണ്ടാകാത്തതെന്നും ചില പഴയ പ്രകൃതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിരിക്കും. പക്ഷേ അത് സത്യമല്ല. കണ്ണുകളുടെയും കാലുകളുടെയും വേഗതയാണ് വിജയം നിർണ്ണയിക്കുന്നത്. പത്തി വിടർത്തി കൊത്താൻ വരുന്ന പാമ്പ് ഏത് വശത്തു നിന്നുമാണ് ആക്രമിക്കുന്നതെന്ന് പറയാൻ സാധ്യമല്ല. അത്ര വേഗത്തിലാണ് അതിൻ്റെ ചലനം. അതിനെയും വെല്ലുന്ന വേഗത്തിൽ ചാടാനുള്ള കീരിയുടെ കഴിവാണ് പച്ചിലമരുന്നിൻ്റെ ശക്തിയല്ല കീരിയെ വിജയിയാക്കുന്നത്. വെറുമൊരു കുട്ടിയായ തനിക്ക് പിന്നിലൂടെയുള്ള നാഗിനിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് റിക്കി ടിക്കിക്ക് ആത്മവിശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്തു. അപ്പോഴേക്കും ടെഡ്ഡി ഓടി വന്ന് അവനെ വാരിയെടുക്കാൻ ഒരുങ്ങി. പക്ഷേ ടെഡ്ഡി കുനിഞ്ഞ് നിവരുന്നതിന് മുമ്പ് അവൻ്റെ കാൽച്ചൂട്ടിന് സമീപം പൂഴിമണ്ണിൽ ഒരനക്കം. നേരിയൊരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു: സൂക്ഷിച്ചു, ഞാൻ മരണമാണ്. പൂഴിയിൽ മറഞ്ഞു കിടന്നിരുന്ന തവിട്ട് നിറത്തിലുള്ള ഒരു അണലിക്കുഞ്ഞായിരുന്നു അത്. മൂർഖൻ പാമ്പിൻ്റേതുപോലെ മാരകമാണ് അവൻ്റെ കടി. തീരെ ചെറുതായതുകൊണ്ട് പെട്ടെന്നാരുടെയും കണ്ണിൽപ്പെടാത്തത് കാരണം അവൻ മനുഷ്യർക്ക് കൂടുതൽ ഉപദ്രവകാരിയായി തീരുന്നു. റിക്കി ടിക്കിയുടെ കണ്ണുകൾ വീണ്ടും ചുവന്നു. ഒരു പ്രത്യേക രീതിയിൽ അവൻ ചാഞ്ചാടാൻ തുടങ്ങി. അച്ഛനമ്മമാരെ കണ്ട് പഠിച്ചതാണത്. അപ്പോഴത്തെ അവൻ്റെ നടപ്പ് കണ്ടാൽ ചിരി വരും. പക്ഷേ ഏത് ദിക്കിലേക്കും ചാടി മാറാനുള്ള ഒരു തയ്യാറെടുപ്പാണത്. പാമ്പുകളോട് എതിരിടുമ്പോൾ ഇത് അത്യാവശ്യമാണ്. മൂർഖം പാമ്പിനേക്കാൾ അപകടകാരിയാണ് അണലിയെന്ന് റിക്കി ടിക്കിയെ അറിഞ്ഞുകൂടാ. തീരെ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് തിരിയാൻ അണലിക്ക് കഴിയും. തലയുടെ പിന്നിൽ തന്നെ പിടികൂടിയില്ലെങ്കിൽ കണ്ണിലോ ചുണ്ടിലോ ആയിരിക്കും അത് കൊത്തുന്നത്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത റിക്കി ടിക്കി രോക്ഷം കൊണ്ട് ചുവന്ന കണ്ണുകളുമായി ശത്രുവിൻ്റെ ശരീരത്തിൽ എവിടെയാണ് പിടിക്കേണ്ടതെന്ന് തക്കം നോക്കി നിന്നു. അതിനിടെ പാമ്പ് അവനെ കൊത്തിയെങ്കിലും കീരി ഒരു വശത്തേക്ക് ചാടിക്കളഞ്ഞു. വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ റിക്കി ടിക്കിയെ പാമ്പ് പിന്തുടർന്നു. ടെഡ്ഡി ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഇതാ റിക്കി ടിക്കി ഒരു പാമ്പിനെ കൊല്ലുന്നു. അത് കേട്ട് അവൻ്റെ അമ്മ പരിഭ്രമിച്ച് നിലവിളിച്ചു. അച്ഛൻ ഒരു വടിയുമായി ഓടി വന്നു. അപ്പോഴേക്കും റിക്കി ടിക്കി തിരിഞ്ഞു നിന്ന് പാമ്പിൻ്റെ മുതുകിൽ ശക്തിയായി കടിച്ചു. എന്നിട്ട് കുടഞ്ഞു നിലത്തിട്ടു. പാമ്പ് അനങ്ങാൻ വയ്യാതെ കിടന്നു. മുതിർന്ന കീരികളെപ്പോലെ റിക്കി ടിക്കി ആ പാമ്പിൻ്റെ വാലി മുതൽ തിന്നു തീർക്കാൻ തയ്യാറെടുത്തു. പക്ഷേ വയറ് നിറഞ്ഞാൽ ചാടാനും ഓടാനും വയ്യാതാകുമെന്നതുകൊണ്ട് തൽക്കാലം ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ആവണക്കിൻ ചെടികൾക്കിടയിലെ പൂഴിമണ്ണിൽ അവൻ കളിക്കാൻ പോയി. ടെഡ്ഡിയുടെ അച്ഛൻ ചത്തണലിയെ ആഞ്ഞടിച്ചു.
ഞാനതിൻ്റെ കഥ കഴിച്ചതാണല്ലോ, ഇനി അടിച്ചിട്ടെന്ത് കാര്യം? റിക്കി ടിക്കി ആലോചിച്ചു. ടെഡിയുടെ അമ്മ അതിനെ നിലത്ത് നിന്നെടുത്ത് മാറോടണച്ച് മകൻ്റെ ജീവൻ രക്ഷിച്ചതിന് റിക്കി ടിക്കിയോട് നന്ദി പറഞ്ഞു. നമ്മുടെ എല്ലാം രക്ഷകനാണിവൻ. അച്ഛൻ റിക്കി ടിക്കിയെ പ്രശംസിച്ചു. ടെഡി അമ്പരപ്പോടെ വലിയ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി. ഈ ബഹളത്തിനെല്ലാം കാരണമെന്താണെന്ന് റിക്കി ടിക്കിക്ക് മനസ്സിലായില്ല. നേരം പോക്ക് ആസ്വദിച്ചുകൊണ്ട് അവൻ വെറുതെയിരുന്നു. അന്ന് രാത്രി അത്താഴത്തിനിരുന്നപ്പോൾ ഊണുമേശയ്ക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന റിക്കി ടിക്കി കുറച്ച് ഭക്ഷണമേ കഴിച്ചുള്ളൂ. ടെഡിയുടെ ചുമലിലും അമ്മയുടെ മടിയിലും സുഖമായിരിക്കുമ്പോഴും നാഗത്തിൻ്റെയും നാഗിനിയുടെയും ഓർമ്മ അവനെ അസ്വസ്ഥനാക്കി. ദേഷ്യം കൊണ്ട് ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ ചുവന്നു. അപ്പോഴെല്ലാം റിക് ടിക് ടിക്കി ടിക്കി ചിച്ച് എന്ന പോർവിളി മുഴക്കുകയും ചെയ്തു. ടെഡി അവൻ്റെ മെത്തിയിൽ സ്വന്തം കവിളിനോട് ചേർത്ത് തന്നെ റിക്കി ടിക്കിയെ കിടത്തി. ഉറക്കത്തിൽ കടിക്കുകയോ മാന്തുകയോ ചെയ്യുന്ന സ്വഭാവം അവനില്ലായിരുന്നു. ടെഡി ഉറക്കമായെന്ന് മനസ്സിലായപ്പോൾ അവൻ മെല്ലെ കിടക്കയിൽ നിന്നിറങ്ങി വീടിന് ചുറ്റും നിരീക്ഷണത്തിനായി പുറപ്പെട്ടു. ഇരുട്ടത്ത് ചുമരിനോട് ചേർന്ന് പതുങ്ങി നടക്കുന്ന ചുച്ചുന്ത്രി എന്ന ചുണ്ടിലിയെ കണ്ടു. എപ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്ന ഒരു കൊച്ചു ജീവിയാണ് ചുചന്ദ്ര. രാത്രി മുഴുവൻ പുലമ്പുകയും ചിലയ്ക്കുകയും ചെയ്യും. മുറിയുടെ നടുവിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുമെങ്കിലും ഒരിക്കലും അവിടെ എത്തുകയുമില്ല. എന്നെ കൊല്ലല്ലേ? ചുണ്ടലി ഭയന്ന് വിറച്ചു. റിക്കി ടിക്കി, എന്നെ കൊല്ലല്ലേ? ഛേ, പാമ്പുകളെ കൊല്ലുന്നവൻ ചുണ്ടലിയെ കൊല്ലുമോ? റിക്കി ടിക്കി പുച്ഛത്തോടെ പറഞ്ഞു. പാമ്പുകളെ കൊല്ലാൻ ചെന്നാൽ അവർ കൊത്തിക്കൊല്ലും. ചുണ്ടലിയുടെ വിഷാദം ഇരട്ടിച്ചു. ഇനി ഇരുട്ടത്ത് നീയാണെന്ന് കരുതി നാഗം എന്നെ ആക്രമിച്ചേക്കുമോ എന്നാണ് എൻ്റെ പേടി. അങ്ങനെ ഒരു പേടി വേണ്ട. നാഗം തോട്ടത്തിലാണ്, നീ അങ്ങോട്ട് പോകാറില്ലല്ലോ. എൻ്റെ അളിയൻ ചുവായലി എന്നോട് പറഞ്ഞു. ചുചുന്ദ്ര ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞു. എന്താണ് പറഞ്ഞത്? നാഗം കേൾക്കും, അവൻ എല്ലായിടത്തുമുണ്ട്. നീ തന്നെ ചുവായോട് നേരിട്ട് ചോദിക്ക്. എനിക്ക് വയ്യ, നീ തന്നെ പറഞ്ഞാൽ മതി. വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനൊരു കടി വെച്ച് തരും. ചുചുന്ദ്ര അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. മീശയിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനൊരു പാവമാണ്. ഈ മുറിയുടെ നടുവിലേക്ക് ഓടിച്ചെല്ലാനുള്ള കഴിവ് പോലും എനിക്കില്ല. ഞാനൊന്നും പറയില്ല. അത് കേട്ടില്ലേ റിക്കി ടിക്കി? റിക്കി ടിക്കി കാതോർത്തു. ചുറ്റുപാടും തികഞ്ഞ നിശബ്ദതയാണ്. പക്ഷേ വളരെ ചെറിയൊരൊച്ച. കണ്ണാടി ജനാലയിൽ തേനീച്ച നടന്നാലുള്ള ഒരനക്കം അവൻ കേട്ടു. ഇഷ്ടിക ചുമരിൽ പാമ്പിൻ്റെ ഉണങ്ങിയ ചിതമ്പലുകൾ ഉരയുന്ന ശബ്ദമാണെന്ന് മനസ്സിലായി. നാഗമോ നാഗിനിയോ ആയിരിക്കാം അതെന്ന് തോന്നി. കുളിമുറിയിലെ ഓവുചാലിൽ കൂടി നുഴഞ്ഞു കയറുകയാണെന്നും അവൻ ഊഹിച്ചു. നീ പറഞ്ഞത് ശരിയാണ് ചുചുന്ദ്ര. ചുവായോട് ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. ടെഡിയുടെ കുളിമുറിയിലേക്ക് അവൻ പതുങ്ങിച്ചെന്നു. അവിടെ ഒന്നുമില്ല. പിന്നെ ടെഡിയുടെ അമ്മയുടെ കുളിമുറിയിൽ പോയി നോക്കി. ചുമരിൻ്റെ അടിവശത്ത് വെള്ളമൊഴുകുന്നതിനായി ഒരിഷ്ടിക ഇളക്കിയെടുത്ത വിടവുണ്ടായിരുന്നു. അതിലെ പുറത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ നിലാവത്ത് നാഗവും ഭാര്യയും രഹസ്യം പറയുന്നത് കേട്ടു. നാഗിന ഭർത്താവിനോട് പറയുകയാണ്, ഈ വീട്ടിൽ ആൾപ്പാർപ്പില്ലാതാകുമ്പോൾ അവനും ഒഴിഞ്ഞു പോകും. ആരെയും ഭയപ്പെടാതെ നമുക്കിവിടെ സുഖമായി ജീവിക്കാം. നിങ്ങൾ വേഗം ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് പോകണം. അണലിയെ കൊന്ന ആ വലിയ മനുഷ്യനുണ്ടല്ലോ, അയാളെയാണ് ആദ്യം കടിക്കേണ്ടത്. കാര്യം നടന്നാൽ എന്നെ വിവരമറിയിക്കണം. എന്നിട്ട് നമുക്ക് റിക്കി ടിക്കിയെ തേടിപ്പിടിക്കാം. ഈ മനുഷ്യരെ കൊന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാഗൻ ചോദിച്ചു. പിന്നില്ലേ, ഈ ബംഗ്ലാവിൽ മനുഷ്യരില്ലാതിരുന്നപ്പോൾ തോട്ടത്തിൽ കീരിയുണ്ടായിരുന്നു. ഇവിടെ മനുഷ്യവാസമില്ലെങ്കിൽ നമുക്ക് ഈ തോട്ടത്തിൽ രാജാവും രാജ്ഞിയുമായി കഴിയാം. തണ്ണിമത്തൻ്റെ ചുവട്ടിലുള്ള നമ്മുടെ മുട്ടകൾ നാളെ വിരിയുമെന്ന് ഓർമ്മ വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ ഒരിടം വേണ്ടേ? ഹോ, അത് ഞാൻ മറന്നുപോയി. നാഗം പറഞ്ഞു. ഞാൻ പോകാം. കഴിയുമെങ്കിൽ ആ വലിയ മനുഷ്യനെയും ഭാര്യയെയും കുട്ടികളെയും കടിച്ചു കൊന്നിട്ട് ഞാൻ വേഗം വരാം. റിക്കി ടിക്കിയെ വേട്ടയാടേണ്ട കാര്യമില്ല. ബംഗ്ലാവിൽ ആരുമില്ലാതാകുമ്പോൾ അവൻ തനിയെ പോയിക്കൊള്ളും. കോപവും വെറുപ്പും കൊണ്ട് റിക്കി ടിക്കിയുടെ മുഖം ചുവന്നു. അവൻ്റെ ശരീരം ആസകലം വിറച്ചു.
ഓവുചാലിലൂടെ നാഗം അകത്തേക്ക് കയറി. 5 അടി നീളമുള്ള ഉടൽ കുളിമുറിക്കുള്ളിലായി. ആ കൂറ്റൻ സർപ്പത്തിൻ്റെ നീളം കണ്ട് റിക്കി ടിക്കി ഒന്ന് ഭയന്നുപോയി. നാഗം ചുരുണ്ടുകൂടി തല ഉയർത്തി 4 പാടും നിരീക്ഷിച്ചു. ഇരുട്ടത്ത് കണ്ണുകൾ തിളങ്ങുന്നത് കീരി കണ്ടു. അവൻ ആലോചിച്ചു, ഇവിടെ വെച്ച് ഞാനിവനെ കൊന്നാൽ നാഗിനെ അറിയും. തുറന്ന സ്ഥലത്ത് വെച്ചായാൽ ഇവനാണ് വിജയസാധ്യത. എന്താണ് ചെയ്യേണ്ടത്? നാഗം പത്തി വിടർത്തി മുമ്പോട്ടും പിറകോട്ടും ഒന്നാടി. തൊട്ടിയിൽ നിറച്ചു വെച്ചിരുന്ന വെള്ളം കുടിച്ചു. എന്നിട്ട് തന്നെത്താൻ പറഞ്ഞു, ആ തടിയൻ അണലിയെ വടികൊണ്ടടിച്ചു കൊന്നു. രാവിലെ കുളിക്കാൻ വരുമ്പോൾ അയാളുടെ കയ്യിൽ വടി കാണില്ല. അയാൾ വരുന്നതുവരെ ഞാനിവിടെ ഇരിക്കാം. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, നാഗിന, നീ കേൾക്കുന്നുണ്ടോ? നേരം പുലരുന്നതുവരെ ഈ തണുപ്പത്ത് ഞാൻ ഇരിക്കാൻ പോകുന്നു. പുറത്തുനിന്നും ശബ്ദമൊന്നും കേട്ടില്ല. നാഗിന അവിടെ നിന്ന് പോയിരിക്കാമെന്ന് റിക്കി ടിക്കിക്ക് തോന്നി. നാഗം വെള്ളം നിറച്ചിരുന്ന മൺകലത്തിൻ്റെ ചുവട്ടിലായി ചുരുണ്ടുകൂടി. റിക്കി ടിക്കി ഒട്ടും ശബ്ദമുണ്ടാക്കാതെ പതുങ്ങിയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. നാഗം ഉറക്കത്തിലായി. റിക്കി ടിക്കി വളരെ സൂക്ഷിച്ച് കൈകാലുകൾ നിവർത്തി പതുങ്ങി പതുങ്ങി സർപ്പത്തിൻ്റെ അടുത്ത് ചെന്ന് ആ തടിച്ച ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് താൻ കടിക്കേണ്ടതെന്ന് 1 നിമിഷം ആലോചിച്ചു. ഒറ്റ ചാട്ടത്തിന് അവൻ്റെ മുതുകല്ല് മുറിച്ചില്ലെങ്കിൽ ആപത്താണ്. പത്തിയുടെ തൊട്ട് താഴെ വണ്ണം കൂടുതലായതുകൊണ്ട് പിടികിട്ടാൻ പ്രയാസമാകും. വാലിൽ കടിച്ചാൽ അവൻ കൂടുതൽ ശക്തിയോടെ പ്രത്യാക്രമണം നടത്തും. തലയിൽ തന്നെ പിടികൂടാം. അവസാനം അവൻ തീരുമാനിച്ചു, പത്തിയുടെ മുകളിൽ ഒരിക്കൽ പിടികിട്ടിയാൽ ചത്തെന്ന് ബോധ്യം വന്നാലേ വിടാൻ പാടുള്ളൂ. എല്ലാം തീരുമാനിച്ചിട്ട് റിക്കി ടിക്കി ഒറ്റച്ചാട്ടം. ചുരുണ്ടു കിടന്നിരുന്ന നാഗത്തിൻ്റെ തലയിൽ അവൻ്റെ പല്ലുകൾ കോർത്തു. മൺകലത്തിനോട് ചേർത്ത് കാലുകൾ നിലത്തുറപ്പിച്ചു നിന്നു. പക്ഷേ അടുത്ത നിമിഷം അവൻ നിലത്തു നിന്നുയർന്നു. പാമ്പ് ചുരുൾ നിവർത്തി തിരിഞ്ഞും മറിഞ്ഞും പിടിപിടിയിക്കാനുള്ള ശ്രമമായി. നായ് എലിയെ കടിച്ച് കുടയുന്നതുപോലെ തല ഉയർത്തി കീരിയെ നിലത്തടിച്ച് കൊല്ലാൻ നോക്കി. ശരീരം ഛിന്ന ഭിന്നമായി പോകുമെന്ന് തോന്നിയിട്ടും റിക്കി ടിക്കി പിടിവിട്ടില്ല. വേദന കൊണ്ട് പൊളഞ്ഞ നാഗം സോപ്പ് പെട്ടിയും പാത്രങ്ങളുമെല്ലാം തട്ടിമറിച്ചിട്ടു. ഈ യുദ്ധത്തിൽ ചത്താലും വേണ്ടില്ല, കുടുംബത്തിന് മാനക്കേടുണ്ടാക്കില്ലെന്നുറച്ച റിക്കി ടിക്കിയുടെ എല്ലുകൾ നുറുകി. അവന് തല ചുറ്റുന്നതുപോലെ തോന്നി. പെട്ടെന്ന് ഇടിവെട്ടുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. അവൻ്റെ ശരീരത്തെ തൊട്ടുരുമി ഒരു അഗ്നിഗോളം പാഞ്ഞുപോയി. ആ ഭാഗത്തുള്ള രോമം അല്പം കരിഞ്ഞു. കുളിമുറിയിലെ ബഹളം കേട്ടുണർന്ന ഗൃഹനാഥൻ തോക്കുമായി പാഞ്ഞു വന്ന് നാഗത്തിനെ വെടിവെച്ചതായിരുന്നു അത്. 2 ഉണ്ടകളും ആ വിഷസർപ്പത്തിൻ്റെ പത്തിയിൽ തന്നെ തുളച്ചു കയറി. പാമ്പിൻ്റെ തല ചലിക്കാതെയായപ്പോൾ അവൻ ചത്തത് തന്നെയെന്ന് റിക്കി ടിക്കിക്ക് മനസ്സിലായി. എങ്കിലും അവൻ പിടിവിടാതെ കണ്ണുകൾ അടച്ചിരുന്നു. ടെഡിയുടെ അച്ഛൻ അവനെ കയ്യിലെടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, ആലീസ്, ഇത്തവണയും നമ്മുടെ ജീവൻ രക്ഷിച്ചത് ഈ കൊച്ചു കീരിയാണ്. ടെഡിയുടെ അമ്മ വിളറിയ മുഖവുമായി ഓടിവന്ന് നാഗത്തിൻ്റെ തല ചിതറിപ്പോയ ശരീരം കണ്ട് അവർ ഒന്നും മിണ്ടാനാകാതെ നിന്നുപോയി. റിക്കി ടിക്കി സാവധാനം ടെഡിയുടെ കിടക്കമുറിയിലെത്തി. രാത്രി ശേഷിച്ച സമയം മുഴുവൻ തൻ്റെ പല്ലിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. നേരം പുലർന്നപ്പോൾ അവന് വല്ലാത്ത ക്ഷീണം തോന്നിയെങ്കിലും രാത്രിയിലുണ്ടായ സംഭവങ്ങളിൽ അവൻ സന്തുഷ്ടനായിരുന്നു. അടുത്തത് നാഗിനെയാണ്, അവൻ ചിന്തിച്ചു. നാഗത്തിനേക്കാൾ ഭയങ്കരിയാണവൾ. അവളുടെ മുട്ടകൾ വിരിയുന്നത് എപ്പോഴാണെന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഉടനെ പോയി ദാർസിയെ കാണാം. പ്രാതൽ കഴിക്കാൻ നിൽക്കാതെ റിക്കി ടിക്കി കിളികൾ കൂടുകൂട്ടിയിരുന്ന ചെടിയുടെ ചൂട്ടിലേക്കോടി. ദാർസി ഉച്ചത്തിൽ പാടിത്തിമർക്കുകയാണ്. ചത്ത പാമ്പിനെ തൂപ്പുകാരൻ ചവറുകൂനിയിൽ കൊണ്ടിട്ടു. അങ്ങനെ നാഗത്തിൻ്റെ കഥ കഴിഞ്ഞുവെന്ന് തോട്ടത്തിലുള്ളവരെല്ലാം അറിഞ്ഞു. എടോ മണ്ടൻകുരുവി, ഇത് പാട്ടുപാടാനുള്ള സമയമാണോ? റിക്കി ടിക്കി കോപത്തോടെ ചോദിച്ചു. നാഗത്തിൻ്റെ കഥ കഴിഞ്ഞേ, കഥ കഴിഞ്ഞേ, ദാർസി വീണ്ടും പാടി. വീരൻ റിക്കി ടിക്കി അവൻ്റെ തലയിൽ പിടിച്ചു. ടെഡിയുടെ അച്ഛൻ വെടിവെച്ചു. നാഗം 2ആയി മറിഞ്ഞു വീണു. ഇനി എൻ്റെ കുഞ്ഞിനെ തിന്നാൻ അവൻ വരില്ലല്ലോ. അതൊക്കെ ശരി തന്നെ. നാഗിനി എവിടെ പോയി? തൻ്റെ ചുറ്റും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് റിക്കി ടിക്കി ചോദിച്ചു. നാഗിന കുളിമുറിക്ക് പുറത്തുനിന്ന് നാഗത്തിനെ വിളിച്ചു.
തൂപ്പുകാരൻ ഒരു വടിയുടെ അറ്റത്ത് അവനെയും എടുത്തുകൊണ്ടുവന്ന് ചവറുകൂനയിലിട്ടു. വീരൻ റിക്കി ടിക്കിയെക്കുറിച്ച് നമുക്ക് പാടാം. ചുവന്ന കണ്ണുള്ള റിക്കി ടിക്കിയെക്കുറിച്ച് നമുക്ക് പാടാം. ഞാനങ്ങ് കയറി വന്നാലുണ്ടല്ലോ, കൂട്ടിലുള്ള നിന്റെ കുഞ്ഞുങ്ങളെയെല്ലാം എടുത്ത് പുറത്തെറിയും. റിക്കി ടിക്കി ഭീഷണിപ്പെടുത്തി. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ നിനക്ക് അറിഞ്ഞുകൂടാ. നീ ഇവിടെ സുഖമായി പാട്ടും പാടിയിരിക്കുന്നു. എൻ്റെ ജീവനാണ് അപകടത്തിലായത്. ഒരു നിമിഷം നീയൊന്നും മിണ്ടാതിരിക്കാമോ? മഹാനായ റിക്കി ടിക്കിക്ക് വേണ്ടി ഞാൻ എൻ്റെ പാട്ട് നിർത്താം, കുരുവി പറഞ്ഞു. നാഗവൈരിയായ ഭഗവാന് എന്താണ് പറയാനുള്ളത്? കേൾക്കട്ടെ. നാഗിന ഇപ്പോഴെവിടെയുണ്ടെന്നാണ് ചോദിച്ചത്. തൊഴുത്തിന് സമീപത്തുള്ള ചവറുകൂനയ്ക്കരികിൽ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കേട്ടോ, വെള്ളപ്പല്ലുള്ള എൻ്റെ കീരിക്കുട്ട. എൻ്റെ പല്ലിനെക്കുറിച്ചുള്ള വർണ്ണനയൊന്നും വേണ്ട. അവളുടെ മുട്ടകളെല്ലാം എവിടെയാണെന്ന് നിനക്കറിയാമോ? പകൽ മുഴുവൻ വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, ചുമരോട് ചേർന്നുള്ള തണ്ണിമത്തൻ്റെ ചുവട്ടിൽ. ആഴ്ചകൾക്ക് മുമ്പ് അവിടെ കുഴിച്ചിടുന്നത് ഞാൻ കണ്ടു. എന്നിട്ടിതുവരെ നീ എന്നെ അറിയിച്ചില്ലല്ലോ. ചുമരോട് ചേർന്നാണെന്നല്ലേ പറഞ്ഞത്? റിക്കി ടിക്കി, ആ മുട്ടകളെല്ലാം നീ തിന്നാൻ പോവുകയാണോ? ഹേയ്, തിന്നാനല്ല ദാർസി. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം. നിന്റെ ചിറകൊടിഞ്ഞതായി ഭാവിച്ച് നാഗിനിയെ ഇങ്ങോട്ട് ആകർഷിക്കണം. അപ്പോൾ ഞാൻ തണ്ണിമത്തൻ്റെ ചുവട്ടിലേക്ക് പോകാം. എന്നെ അവൾ കാണാൻ പാടില്ല. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവ് കുരുവികൾക്കില്ല. തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ നാഗിനിയുടെയും കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞാണ് പുറത്തു വരുന്നതെന്നും അതുകൊണ്ട് അവയെ നശിപ്പിക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു ദാർസിയുടെ വിചാരം. പക്ഷേ അവൻ്റെ ഭാര്യയ്ക്ക് കുറേ കൂടി വിവരമുണ്ട്. മൂർഖൻ്റെ മുട്ടകൾ വിരിയുമ്പോൾ ഓരോ മൂർഖൻ പാമ്പും പുറത്തു വരുമെന്ന് അവൾക്കറിയാം. കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ചൂട് പകരുന്ന ജോലി ഭർത്താവിനെ ഏൽപ്പിച്ച് അവൾ പുറത്തേക്കിറങ്ങി. ചിലപ്പോൾ ദാർസി മനുഷ്യരുടെ സ്വഭാവം കാണിച്ചു കളയും. പെൺകുരുവി ചിറകിട്ടടിച്ചുകൊണ്ട് ചവറുകൂനയ്ക്കരികിൽ ചെന്ന് വീണു. അയ്യോ, എൻ്റെ ചിറകൊടിഞ്ഞേ! ഈ വീട്ടിലെ കുട്ടി കല്ലെടുത്തെറിഞ്ഞ് എൻ്റെ ചിറകൊടിഞ്ഞേ എന്ന് നിലവിളിച്ചുകൊണ്ട് മുടന്തി നടന്നു. നാഗിനെ ഒന്ന് തലയുയർത്തി നോക്കി സീൽക്കാരത്തോടെ മുരണ്ടു. ഞാൻ റിക്കി ടിക്കിയെ കടിക്കാൻ പോയപ്പം മുന്നറിയിപ്പ് കൊടുത്തത് നീയല്ലേ? ചിറകൊടിഞ്ഞ് എൻ്റെ മുന്നിൽ തന്നെ വന്ന് വീണത് നന്നായി. അവൾ പെൺകുരുവിയുടെ നേർക്ക് എഴിഞ്ഞു ചെന്നു. ആ ചെക്കൻ്റെ ഏറുകൊണ്ട് ചിറകൊടിഞ്ഞു. കുരുവി കേണു. അവനെ ഞാൻ ശിക്ഷിച്ചോളാം. എൻ്റെ ഭർത്താവിൻ്റെ ശരീരം ഇന്ന് രാവിലെ മുതൽ ഇതാ ചവറുകൂനയിൽ കിടക്കുന്നത് കണ്ടില്ലേ? ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ പകരം വീട്ടും. അവനും ഇതുപോലെ മരിച്ചു കിടക്കുന്നത് ഞാൻ കാണും. അതിനു മുമ്പ് നിന്റെ വേദന ഞാൻ മാറ്റിത്തരാം. ഇങ്ങടുത്ത് വരൂ. ഓടിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ നിന്നെ പിടിക്കും. എടി മണ്ടി, എൻ്റെ കണ്ണുകളിൽ നോക്ക്. സർപ്പത്തിൻ്റെ കണ്ണുകളിൽ നോക്കുന്ന പക്ഷി അനങ്ങാനാകാതെ നിന്നുപോകുമെന്ന് കുരുവിക്കറിയാം. അതുകൊണ്ട് അവൾ അങ്ങോട്ട് നോക്കാതെയും എന്നാൽ നാഗിനയ്ക്ക് പിടികൊടുക്കാതെയും തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. പാമ്പ് അവളുടെ പിന്നാലെ ചെന്നു. നാഗിന കുറേ ദൂരത്തെത്തിയെന്ന് മനസ്സിലായപ്പോൾ റിക്കി ടിക്കി തണ്ണിമത്തൻ്റെ ചൂട്ടിൽ ചെന്നു. അവിടെ കരിയിലകൾക്കിടയിൽ ഒളിച്ചു വെച്ചിരുന്ന 25 മുട്ടകൾ കണ്ടു. വെള്ള നിറത്തിൽ കോഴിമുട്ടയേക്കാൾ അല്പം ചെറിയ മുട്ടകൾ. പുറത്ത് തോടല്ല, തോലാണ് എന്ന വ്യത്യാസമുണ്ട്. തോലിനുള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന പാമ്പിൻ കുഞ്ഞിനെ സ്പഷ്ടമായി കാണാം. ഇപ്പോൾ കണ്ടത് നന്നായി, റിക്കി ടിക്കി തന്നെത്താൻ പറഞ്ഞു. ഏത് നിമിഷവും ഇവ പുറത്തു വരാം. മനുഷ്യനെയോ കീരിയെയോ ഒറ്റ കടിക്ക് കൊല്ലാൻ ഇവയ്ക്ക് കഴിയും. അവൻ എത്രയും പെട്ടെന്ന് ഓരോ മുട്ട എടുത്ത് കടിച്ച് പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന പാമ്പിൻ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങി. അപ്പോൾ പെൺകുരുവി അവൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ചലിച്ചു. റിക്കി ടിക്കി, നാഗിനിയെ ഞാൻ വരാന്തയിലേക്ക് നയിച്ചു. അവൾ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. വേഗം വരണേ, ഇല്ലെങ്കിൽ ആപത്താണ്. റിക്കി ടിക്കി ചുറ്റും നോക്കി. 3 മുട്ടകൾ കൂടി ബാക്കിയുണ്ട്. 2 നശിപ്പിച്ചിട്ട് 3ാമത്തേത് വായിലാക്കി അവൻ വരാന്തയിലേക്ക് പാഞ്ഞു. ടെഡിയും അവൻ്റെ അമ്മയും അച്ഛനും പ്രാതലിന് ഊണുമേശയ്ക്ക് മുന്നിലിരിക്കുകയാണ്. പക്ഷേ അവരാരും ആഹാരം കഴിക്കുന്നില്ല. അമ്മയും അച്ഛനും വിളറിയ മുഖത്തോടെ ഒന്നും സംസാരിക്കാനാകാതെ ടെഡിയുടെ നേർക്ക് നോക്കി സ്തംഭിച്ചിരിക്കുന്നു. ടെഡിയുടെ കസാര ചൂട്ടിൽ അവൻ്റെ കാലിനടുത്തായി നാഗിന കൊത്താൻ തയ്യാറായി പത്തി വിടർത്തി നിൽക്കുന്നു. മുമ്പോട്ടും പിറകോട്ടും ചാഞ്ചാടിക്കൊണ്ട് ക്രൂരമായൊരു ചീറ്റലോടെ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊന്ന ദുഷ്ടൻ്റെ മകനാണ് നീ.
അനങ്ങി പോകരുത്. ഞാനൊന്ന് തയ്യാറെടുത്തോട്ടെ. അനങ്ങിയാൽ 3 പേരെയും കൊല്ലും. അനങ്ങിയില്ലെങ്കിലും കൊല്ലും. ബുദ്ധിയില്ലാത്ത മനുഷ്യർ, എൻ്റെ നാഗത്തിനെ കൊല ചെയ്തവർ. ടെഡ്ഡി അവൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ മന്ത്രിച്ചു, അനങ്ങരുത് ടെഡ്ഡി, അനങ്ങരുത്. അപ്പോഴാണ് റിക്കി ടിക്കി വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടത്. അവൻ പറഞ്ഞു, നാഗിന, ഇങ്ങോട്ട് നോക്ക്. എന്നോട് പൊരുതാൻ നീ തയ്യാറായിക്കോ? വരട്ടെ, സമയമായില്ല. തിരിഞ്ഞു നോക്കാതെ നാഗിന പറഞ്ഞു, ആദ്യം ഇവരുടെ കണക്ക് തീർക്കട്ടെ. നിന്റെ കൂട്ടുകാർ ഇരിക്കുന്നത് കണ്ടോ? വിളറി വെളുത്ത് അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടോ? നീ ഒരടി കൂടി മുമ്പോട്ട് വെച്ചാൽ ഞാൻ ഇവനെ കൊത്തും. നിന്റെ മുട്ടകൾ എവിടെ പോയി നാഗിന? റിക്കി ടിക്കി ചോദിച്ചു. സർപ്പം തല അല്പമൊന്ന് തിരിച്ച് കീരിയുടെ നേർക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ ചോര പോലെ ചുവന്നിരിക്കുന്നു. കയ്യിൽ ഒരു മുട്ടയുമുണ്ട്. അവൻ പറഞ്ഞു, ഇതാണ് നിന്റെ അവസാനത്തെ മുട്ട. സർപ്പരാജാവിൻ്റെ അവസാനത്തെ സന്തതി. ബാക്കിയെല്ലാം തണ്ണിമത്തൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറുമ്പരിക്കുന്നു. നാഗിന മറ്റെല്ലാം മറന്ന് പുറംതിരിഞ്ഞ് അവനോട് യാചിച്ചു, അയ്യോ, അതെനിക്ക് തരൂ. ഇതിനിടെ ടെഡ്ഡിയുടെ അച്ഛൻ പുത്രനെ പെട്ടെന്ന് വലിച്ചെടുത്ത് തൻ്റെ മടിയിലിരുത്തി. പറ്റിച്ചേ, റിക്കി ടിക്കി വിളിച്ചു കൂവി. എന്നിട്ട് 4 കാലം നിലത്തൂനി തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, ടെഡ്ഡി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി കുളിമുറിയിൽ വെച്ച് നാഗത്തിൻ്റെ പത്തിയിൽ കടിച്ചു കുടഞ്ഞത് ഞാനാണ്. ഞാൻ. എൻ്റെ പിടിയൊഴിയിക്കാൻ അവൻ നല്ലോണം ശ്രമിച്ചു. ഉരുണ്ട് പിരണ്ട് നോക്കി. ഞാൻ പക്ഷെ വിട്ടില്ല. ടെഡ്ഡിയുടെ അച്ഛൻ വെടിവെക്കുന്നതിന് മുമ്പ് അവനെ ഞാൻ കൊന്നു. ഞാൻ റിക്കി ടിക്കി ചിച്ച്. ഇനി വാ നാഗിന, നമുക്ക് യുദ്ധം ചെയ്യാം. നിന്റെ ദുഃഖം ഞാൻ ഇന്ന് തന്നെ തീർത്തു തരാം. ടെഡ്ഡിയെ കൊല്ലാനുള്ള അവസരം നഷ്ടമായെന്ന് നാഗിനയ്ക്ക് മനസ്സിലായി. തൻ്റെ മുട്ടയാണെങ്കിൽ റിക്കി ടിക്കിയുടെ കയ്യിലും. എൻ്റെ മുട്ട ഇങ്ങ് തരൂ റിക്കി ടിക്കി, അവൾ കെഞ്ചി. ഒരേ ഒരു മുട്ടയെങ്കിലും എനിക്ക് വേണം. അത് തന്നാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഞാനിനി ഇവിടെ വരികയില്ല. അവൾ പത്തി മടക്കി. നീ ഇന്ന് പോകും. നിന്റെ ഭർത്താവ് പോയതുപോലെ ചവറുകൂനയിലേക്ക്. പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. വേഗം യുദ്ധം തുടങ്ങിക്കോ. തോക്കും കൊണ്ട് ടെഡ്ഡിയുടെ അച്ഛൻ ഇപ്പോൾ വരും. നാഗിനയ്ക്ക് ചുറ്റും അവൾക്കെത്താത്ത അകലത്തിൽ റിക്കി ടിക്കി തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിച്ചു. നാഗിന സർവശക്തിയും സംഭരിച്ച് അവനെ കൊത്താനാഞ്ഞു. ഓരോ തവണയും അവൻ സമർത്ഥമായി ഒഴിഞ്ഞുമാറി. സർപ്പത്തിൻ്റെ തല നിലത്ത് ശക്തിയായി വന്നടിച്ചു. കീരിയുടെ നൃത്തത്തിനനുസരിച്ച് നാഗിന പമ്പരം പോലെ കറങ്ങി. കാറ്റത്ത് കരിയിലനങ്ങുന്നതുപോലെ അവളുടെ വാൽ നിലത്തിഴയുന്ന ശബ്ദം കേട്ടു. പാമ്പിൻ മുട്ട നിലത്ത് വെച്ചിട്ടാണ് കീരി യുദ്ധമാരംഭിച്ചത്. നാഗിന മെല്ലെ മെല്ലെ അതിനെ സമീപിച്ചു. അടുത്തെത്തിയപ്പോൾ ഒറ്റച്ചാട്ടത്തിന് മുട്ടയെ വായ്ക്കുള്ളിലാക്കി. എന്നിട്ട് പുറത്തേക്ക് ഒറ്റ പാച്ചിൽ. മിന്നൽ പിണറിൻ്റെ വേഗതയിൽ അവൾ ഓടി. ഏത് വിധേനയും നാഗിനയെ പിടികൂടണമെന്ന് റിക്കി ടിക്കി തീരുമാനിച്ചു. അല്ലെങ്കിൽ അന്നത്തെ പ്രയത്നം വെറുതെയാകും. തിങ്ങി വളർന്നിരുന്ന പുല്ലുകൾക്കിടയിലൂടെ കുറ്റിക്കാടിനെ ലക്ഷ്യമാക്കി പാഞ്ഞ സർപ്പത്തിൻ്റെ പിന്നാലെ അവൻ കുതിച്ചു. ഡാർസി അപ്പോഴും അർത്ഥമില്ലാത്ത ആഹ്ലാദസൂചകമായൊരു പാട്ടിൽ മുഴുകിയിരിക്കുകയാണ്. അവൻ്റെ ഭാര്യയ്ക്ക് പക്ഷേ കുറേ കൂടി ബുദ്ധിയുണ്ട്. അവൾ കൂട്ടിൽ നിന്ന് നാഗിനിയുടെ നേർക്ക് പാഞ്ഞു. തലയ്ക്ക് മുകളിൽ ചിറകിട്ടടിച്ചു. ഡാർസി കൂടി സഹായിച്ചിരുന്നെങ്കിൽ പാമ്പിൻ്റെ ശ്രദ്ധ തിരിക്കാൻ കഴിയുമായിരുന്നു. പെൺകുരുവി അടുത്തുകൂടെ പറന്നപ്പോൾ അവൾ പത്തി അല്പം താഴ്ത്തിയിട്ട് മുന്നോട്ടുള്ള പ്രയാണം തുടർന്നു. എങ്കിലും ഒരു നിമിഷം വൈകിയത് കാരണം റിക്കി ടിക്കിക്ക് അവളുടെ അടുത്തെത്താൻ കഴിഞ്ഞു. അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്ന മാളത്തിൽ തലയിട്ടതും റിക്കി ടിക്കിയുടെ പല്ലുകൾ അവളുടെ വാലിൽ ആഴ്ന്നിറങ്ങിയതും ഒപ്പമായിരുന്നു. അവനെയും വലിച്ചുകൊണ്ട് അവൾ മാളത്തിലിറങ്ങി. എത്ര ബുദ്ധിയും അനുഭവസമ്പത്തുമുള്ള കീരിയായാലും സർപ്പത്തിൻ്റെ മാളത്തിനുള്ളിൽ കയറി ആക്രമിക്കുന്നത് ആപത്താണ്. തീരെ ഇടുങ്ങിയ മാളം, കുറ്റാക്കുറ്റിയിരുട്ട്. എത്ര ദൂരം പോയാലാണ് മാളത്തിന് വീതി ഉണ്ടാകുന്നതെന്നും നാഗിനിയെ നേരിട്ടെതിർക്കാൻ കഴിയുന്നതെന്നും നിശ്ചയമില്ല. എങ്കിലും അവൻ വാലിലെ പിടിവിട്ടില്ല. ഈർപ്പമുള്ള മണ്ണിൽ കാലുകൾ ഉറപ്പിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ പാമ്പിനോടൊപ്പം അവൻ അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. മാളത്തിന് പുറത്തനക്കമൊന്നും കേൾക്കാതായപ്പോൾ ഡാർസി പറഞ്ഞു, റിക്കി ടിക്കിയുടെ കഥ കഴിഞ്ഞത് തന്നെ.
നമുക്ക് അവൻ്റെ ചരമഗീതം ഇനി പാടാം. ധീരൻ ധീരൻ റിക്കി ടിക്കി പാവം മരിച്ചുപോയി. നാഗിനിയുടെ മാളത്തിൽ നിന്ന് പുറത്തു വരാൻ അവൻ ഇനി കഴിയില്ല. കുരുവി ദുഃഖത്തോടെ പാടാൻ തുടങ്ങിയപ്പോഴേക്കും റിക്കി ടിക്കി വലിഞ്ഞിഴഞ്ഞ് പുറത്തേക്ക് വന്നു. അവൻ്റെ ശരീരമാകെ പൊടി പുരണ്ടിരുന്നു. മീശരോമങ്ങൾ തുടച്ചുകൊണ്ട് ഒന്ന് ഉറക്കെ തുമ്മിയിട്ട് അവൻ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി അവൾ പുറത്തു വരില്ല. മാളത്തിന് വെളിയിലെ പുൽപ്പടർപ്പിൽ കൂടുവച്ചിരുന്ന ചുവന്നുറുമ്പുകൾ അവൻ പറയുന്നത് കേട്ട് അത് സത്യമാണോ എന്നറിയാൻ വരി വരിയായി മാളത്തിനകത്തേക്ക് ചെന്നു. ആ പുല്ലിൽ തന്നെ ചുരുണ്ടുകൂടി കിടന്ന് റിക്കി ടിക്കി ഉറക്കമായി. കഠിനമായി അധ്വാനിച്ച് തളർന്നിരുന്ന അവൻ അന്ന് വൈകുന്നേരം വരെ അങ്ങനെ കിടന്നുറങ്ങി. ഉണർന്നപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നു ദാർസി. നാഗിന് ചത്തുപോയെന്ന് ചെമ്പോത്തിനോട് പറയണം. അവൻ തോട്ടത്തിലുള്ളവരെയെല്ലാം അതറിയിച്ചു കൊള്ളും. ചെമ്പുകൂടത്തിൽ ചുറ്റിയ കൊണ്ടടിക്കുന്നത് പോലുള്ള ശബ്ദമുണ്ടാക്കുന്നൊരു പക്ഷിയാണ് ചെമ്പോത്ത്. തോട്ടങ്ങൾ തോറും വാർത്തകൾ വിളിച്ചറിയിക്കുന്ന ചുമതല ആ പക്ഷിയുടേതാണ്. റിക്കി ടിക്കി വീടിൻ്റെ വരാന്തയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിളംബരം കേട്ടു. ഡിങ് ഡോങ് ഡിങ് ഡോങ്, നാഗൻ ചത്തുപോയി. ഡോങ്, നാഗിനെയും ചത്തുപോയി. ഡിങ് ഡോങ് ഡോങ്. തവളകളും സന്തോഷത്തോടെ അതുതന്നെ പാടി. നാഗവും നാഗിനെയും ചെറുകിളികളെ മാത്രമല്ല തവളകളെയും പിടിച്ചു തിന്നിരുന്നുവല്ലോ. റിക്കി വീട്ടിലെത്തിയപ്പോൾ ടെഡിയും അമ്മയും അച്ഛനും ഓടി വന്ന് സന്തോഷ കണ്ണുനീർ തൂക്കിക്കൊണ്ട് അവനെ എതിരേറ്റു. അമ്മയുടെ മുഖം അപ്പോഴും വിളറിയിരുന്നു. അന്ന് രാത്രി അവൻ വയറ് നിറയെ ആഹാരം കഴിച്ചു. ടെഡിയുടെ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങി. നമ്മുടെയെല്ലാം ജീവൻ രക്ഷിച്ചത് ഈ കൊച്ചു കീരിയാണ്, അമ്മ അച്ഛനോട് പറഞ്ഞു. ശബ്ദം കേട്ടുണർന്ന കീരി കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി. ഗാഠനിദ്രയിൽ പോലും ചെറിയൊരു ശബ്ദം കേട്ടാൽ കീരികൾ ഞെട്ടി ഉണരും. ഹോ, നിങ്ങളായിരുന്നോ? പേടിക്കാതെ ഉറങ്ങിക്കൊള്ളൂ. മൂർഖം പാമ്പുകളെയെല്ലാം ഞാൻ കൊന്നു. അഥവാ ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. റിക്കി ടിക്കിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. എങ്കിലും അവൻ തെല്ലും അഹങ്കരിച്ചില്ല. പാമ്പുകളുടെ ശല്യമുണ്ടാകാതെ ആ വീടും പരിസരവും അവൻ ജാഗ്രതയോടെ കാത്തു സൂക്ഷിച്ചു പോന്നു. കൊച്ചു കൂട്ടുകാരൻ റിക്കി ടിക്കി താവയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.